എല്ലാവരും ക്രിസ്മസ് നല്ല സൂപ്പർ സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. നമ്മൾ ചോറെല്ലാം കൂടെ എല്ലാ ചാക്കുമൂട്ടകളും എടുത്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ. എങ്ങോട്ടാണെന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം. കുറച്ച് സാധനം വണ്ടിയിൽ വെച്ച് അവിടെ ഇറക്കിയിട്ട് കാണിക്കാം. വണ്ടി ഡിക്കി നിറഞ്ഞു സാധനങ്ങളൊക്കെ. പറഞ്ഞേ ആ ഇതാരാന്ന് മനസ്സിലായോ? ഞാൻ പറയാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറയാം ഇതാരാണെന്നുള്ളത് കേട്ടോ. റോഡിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നിൽക്കുന്ന മുഴുവൻ നമ്മുടെ വാളംപുളിയുടെ മരമാണ്. അതായത് പൊള്ളാച്ചി വാൾപ്പാറ റൂട്ട് മുഴുവൻ റോഡ് സൈഡ് ഇതാണ് കേട്ടോ. പൊതിഞ്ഞു കിട്ടിയ ഒരു ട്രാവൽ, ജസ്റ്റ് ഒരു ഡ്രൈവ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. പല സ്ഥലങ്ങളും പല പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് ശരി എന്തോ ഒരു റൈഡ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 2 വണ്ടി എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റ ട്രിപ്പ്. എവിടത്തേക്കാണെന്നറിയാമോ? വാൾപ്പാറ പോകുന്ന വഴിയിൽ ആലിയാർ ഡാം ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടതുകൊണ്ട് അവിടെ ഒന്നും കയറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു റൈഡല്ലേ, നമുക്കൊരു യാത്ര പോകണമെന്നുണ്ട്. തമിഴിൽ എഴുതിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്ര പോകുകയാണ്. അടുത്ത് ഇപ്പോൾ വന്ന് നമുക്ക് ആനമല റൂട്ടിൽ ടൈഗർ റിസർവ് അതൊരിതുണ്ട്. അത് അകത്ത് കയറില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു യാത്ര എന്നുള്ളതേ ഉള്ളൂ. മലയും കാടും എല്ലാം കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലിയാർ ഡാമിൻ്റെ വെള്ളം അതിങ്ങനെ ആറൊഴുകുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ നമ്മൾ പോകുന്ന വഴിയെല്ലാം കണ്ടോ, ഇതെല്ലാം തെങ്ങും തോപ്പ് പുളിമാരോ ഇതെല്ലാം കണ്ട് ഇങ്ങനെ യാത്ര ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഒന്നുമില്ല, ഞങ്ങൾ വാൾപ്പാറയ്ക്ക് ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവിടെ പവർ ഹൗസുകൾ വാൾപ്പാറ പോകുന്ന വഴി അട്ടകെട്ടി, പിന്നെ ഷോളയാർ ഡാം, സർക്കാർ, ഇതെല്ലാ സൈഡിലുള്ള പവർ ഹൗസുകളാണ്. കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പവർ ഹൗസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എൻ്റെ ചേട്ടന്മാർ ആളിയന്മാർ എല്ലാവരും പവർ ഹൗസിലായിരുന്നു. ഫോർമാനായിട്ടും ഒക്കെയാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പവർ ഹൗസിൽ പോകുന്നവർ വലിയ പുത്തരിമാരി തോന്നിയിട്ടില്ല. വാൾപ്പാറയിൽ പോകുന്നവർക്കറിയാം കൊണ്ടയൂസി വളവെന്നൊരിതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിക്കെട്ടി നമ്മൾ കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, അങ്ങനെ വളഞ്ഞിരിക്കുന്നത് അതുപോലാണ് റോഡുകൾ. ഹെയർ പിൻ മിൻ്റ് എന്ന് പറയും. അത് മൊത്തം നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് പോകുമ്പോൾ 40 ഹെയർ പിൻ മിൻ്റ് ഉണ്ട് വാൾപ്പാറ എത്തുന്നതിന് മുമ്പ്. ഭയങ്കര പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്നും ഛർദ്ദിക്കുമായിരുന്നു എപ്പോൾ പോയാലും. പക്ഷേ ഇപ്പോഴൊന്നും അത്രയൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് റോഡിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല രസം, അത് നല്ല രസം. അപ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 2 വണ്ടിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങളുടെ ബാഗുകളെല്ലാം എടുക്കുക. അതിൽ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് ഇപ്പോൾ കാണണം. തിരിച്ചിട്ട് നിലത്തോട്ട് ഇരിക്കാൻ പോയില്ല. ആദ്യത്തെ ബാഗ് എടുത്ത് വെച്ചു, 2 വെച്ചു. അടുത്ത മൂന്നാമത്തേത് അടുത്ത പ്ലേറ്റ് വന്നു. തവികൾ വന്നു. കല്ലിൽ വീണ് അങ്ങോട്ട് പോകല്ലേ, പറഞ്ഞേച്ചേ പോകാവൂ. ഇതാ വേണ്ടിയവർക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇരിക്കേണ്ടിയവർക്ക് ഇരിക്കാൻ, കിടക്കേണ്ടിയവർക്ക് കിടക്കാം. പാക്കറ്റ് റെഡിയാണ്, പ്ലേറ്റ് റെഡി, തവി റെഡി. അടുത്ത ഐറ്റം നല്ല ചുട ചെറിയ ചൂട്, വലിയ ചൂടില്ല ചെറിയ ചൂട്. ഇവരാരും മീഡിയയ്ക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ട് ഞാൻ ആരുടെ മുഖം എടുക്കുന്നില്ല. എൻ്റെ മുഖം മാത്രം ഞാൻ പിന്നെ കാണിക്കാം. തുറന്നോ ഹരീസേ, ഇങ്ങോട്ട് നീക്കാം, പിടിക്കും. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഇരുന്നു. ഇല എടുക്ക്, പതുക്കെ എടുക്ക്. സൂപ്പർ മട്ടൻ ബിരിയാണി, അടുത്ത ചില്ലി ചിക്കൻ, തൈര് സാലഡ് എല്ലാം ഉണ്ട്. മട്ടൻ ബിരിയാണി, ചില്ലി ചിക്കൻ, തൈര് സാലഡ്, ഇത്രേ ഉള്ളോ ഐറ്റം. തേങ്ങാ സമ്മന്തിയാ, അതിൽ തന്നെ പുതിന സമ്മന്തിയാ, പുതിന സമ്മന്തി. അടിപൊളി ലഞ്ച് വിത്ത് വാൾപ്പാറ റൂട്ട്. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നല്ല പ്ലേറ്റ്, പാള പ്ലേറ്റിലാണ് ഇതെടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോകുമ്പോൾ ഒരാൾ മാത്രം ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടിട്ട് കഴിക്കുക. അവർക്കാർക്ക് മീഡിയയിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആരുടെ മുഖം എടുക്കുന്നില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് അടുത്ത ഐറ്റതാ. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഓരോന്ന് കൈയിട്ട് വാരിയിട്ട് പോയി. ഓരോരുത്തരെല്ലാം പാൽ സ്വീറ്റ്, മിൽക്ക് സ്വീറ്റ്. ഇതിലൊരു ചെറിയ കഷ്ണം എടുക്കാമെന്ന് തോന്നുന്നു, പക്ഷെ കണ്ടിട്ട് തിന്നാൻ തോന്നുന്നില്ല. നോക്കട്ടെ, ഇത് നല്ലത്, അത് നല്ലതെന്ന് പറയുന്നു. ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടെ. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. കളറുള്ളൊന്നും വേണ്ട. എൻ്റെ ഈ ബ്രൗൺ കളർ എനിക്കൊന്ന് ചോക്ലേറ്റിൻ്റെ ഏതോ സംതിങ് ഞാൻ തോന്നുന്നു. മാത്രം എടുത്തു. അത് സ്വീറ്റ് കഴിക്കുവാണേ. പാൽക്കോവാട് ഇതാണ് ടേസ്റ്റാ. എല്ലാം മിൽക്ക് സ്വീറ്റാണ്, സൂപ്പറായിട്ടുണ്ട്. മട്ടൻ ബിരിയാണി, ചില്ലി ചിക്കൻ, തൈര് സാലഡ്, പുതിന സമ്മന്തി, തൈര് ചോറ്, ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി. അടുത്ത് ഇനി വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, പായസം. അത് ഇനി കഴിക്കാൻ പറ്റില്ല, അത്ര വയർഫുള്ളായി. ഇനി ബാക്കിയുണ്ടല്ല. മുന്തിരി ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കണ്ടില്ലൊന്നും. ഇല്ലടാ അല്ല, ഇനി ഇത് ഓർഗനൈസ് ചെയ്യണം. അതൊരു വലിയ പണിയാട്ടോ. പായസം കുടിക്കേണ്ടി കുടിക്കാം. ചോറെല്ലാം അടച്ചത് അത് പാത്രത്തിലെടുക്കട്ടെ. വേസ്റ്റ് എല്ലാം ഒരു കവറിലാക്കട്ടെ. ഈ വാൾപ്പാറയ്ക്ക് പോകുന്നത് ഞങ്ങൾക്ക് വലിയ പുത്തിരിയൊന്നും അല്ല കേട്ടോ. പവർ ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടായതുകൊണ്ട് എല്ലാം ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എങ്കിലും ജസ്റ്റ് ക്രിസ്മസിൻ്റെ അന്ന് എല്ലാവരും കൂടെ ഒരു യാത്ര, ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലേഡീസിന് ആർക്കും ഒരു പണിയുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ശരി പെട്ടെന്ന് കയറിക്കോ വണ്ടിയിലോട്ട് എല്ലാവരും കൂടെ. അതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് വണ്ടിയിലെടുത്ത് വെച്ച് അങ്ങനെയുള്ളൊരു യാത്രയാണ്. ജസ്റ്റ് ഒരു
പോയി ഇങ്ങനെ ആലിയാർ ഡാം ഞങ്ങൾ കയറിയില്ല, അവിടെ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ജസ്റ്റ് കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് പോയി. ഞങ്ങൾ എല്ലാ ഫാമിലിയാണ് കേട്ടോ, വേറെ ആരുമില്ല. പക്ഷേ അവരാരും മീഡിയയിൽ വരാൻ ഇഷ്ടപ്പെടുന്നവരല്ല, അതുകൊണ്ട് ഞാൻ അവരുടെ അത് ഫേസ് കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്നെ അറിയാമല്ലോ, മക്കളിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫാമിലിയറാണ്. അപ്പോൾ പോകുന്ന റൂട്ടിലൊക്കെ നിറയെ നല്ല നല്ല ഇതൊരു ഭംഗിയാണെന്നോ ഇങ്ങനെ ഹെയർ പിൻ ബെൻഡിൽ ഇങ്ങനെ വളഞ്ഞ് കയറി ഇങ്ങനെ പോകുന്നതും. എല്ലായിടത്തും ഓരോ ഹെയർ പിൻ ബെൻഡിലും പക്ഷികളുടെ പേരാണ്, വനവിലങ്ങളെന്ന് പറയും തമ്മിൽ ആണ് എഴുതിയിരിക്കുന്നത്. മേളിൽ കയറിയിട്ട് അങ്ങോട്ട് ആലിയാർ ഡാം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം. പൊള്ളാച്ചി മുഴുവനും കാണാം മേളിൽ ചെന്ന് കഴിയുമ്പോൾ. നമ്മൾ മേളിൽ ചെന്നിട്ട് ഈ താഴോട്ടുള്ള വഴികളൊക്കെ കാണണം. എൻ്റെ കർത്താവ് നമുക്ക് പേടി തോന്നും. ഈ വഴി കൂടെ ഒക്കെയാണ് ഉണ്ടോ, കണ്ടില്ലേ റോഡുകളുണ്ടോ, എല്ലാം നമ്മുടെ ടാ പോലാണ് വഴികളെല്ലാം ഇങ്ങനെ. എസ് ബെൻഡൊന്നും അല്ല, എസ് പോലാണ് എല്ലാ വഴികളും കേട്ടോ. നിറയെ ഇടത്തിൽ വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ടോ. എല്ലായിടത്തും അങ്ങ് ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് ഒന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ കയറി ഇങ്ങനെ പോയി എല്ലാ ഹാപ്പിൻ ബെൻഡാണ് കേട്ടോ. മണ്ട യൂസ് കളമെന്ന് പറയും തമ്മിൽ അല്ല, ഇത് മണ്ടേ പോകണം ഞങ്ങളിനി. ആൾപ്പാറ ഇതിൻ്റെ മണ്ടയാണ്. ഇതിൻ്റെ മണ്ടേ കൂടെ വണ്ടി, അത് എത്രാമത്തെ ഹെയർ പിൻ ബെൻഡാന്ന് അറിയത്തില്ല. വണ്ടികളിങ്ങനെ പൊക്കോട്ടേ ഇരിക്കുന്നു. ഇവിടുന്ന് പോകുന്ന വണ്ടികൾ മുഴുവൻ ഇതിൻ്റെ മണ്ടേ കയറി അപ്പുറത്തെ ലൈനിൽ വന്ന്. പിന്നെ ചിലയിടത്തൊക്കെ ഞങ്ങൾ നിന്നുള്ളൂ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ തിരക്കുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പം അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഹെയർ പിൻ വളവിൽ വണ്ടി വരുന്നത് നോക്കിക്കോണേ എങ്ങനെയാണ്. വലിയ ബസ് ചെറിയ ബസ് പറ്റില്ല, ഭയങ്കര കെയർഫുള്ളായിട്ട് വരാൻ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നിർത്തി എടുക്കുകയൊക്കെ ചെയ്തു. കുറേ ദൂരം ചട്ടകെട്ടിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുള്ളും പൊള്ളാച്ചി ആലിയാർ എല്ലാമേ മണ്ടയിൽ പോയി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഭംഗികളൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയി. എന്നിട്ട് ഫുഡൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ഒരു മലമണ്ടയെ പോയിരുന്ന് റോഡിലൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. പോകുന്ന വഴിക്ക് കൂടുതലും ഉള്ളത് ഹെയർ പിൻ ബെൻഡ്. അതാണെങ്കിൽ ഹെയർ പിൻ ബെൻഡ് കൊടും കാറ്റിൽ കൂടെയാണ്. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലിരിക്കല്ലോ, അത് അവർ ഈ സെല്ലുണ്ടല്ലോ അവരുടെ ഇവിടെ ഇതുണ്ട്. ഇല്ല, അവര് ഫ്രീഡം, അവർക്ക് ആ സമയമുണ്ട്, ഇത്രയും സമയത്ത് വെളിയിൽ കൊണ്ടുപോകണം. അവർ ഇത് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അത് ഏതോ ഒരു കൺട്രിയിലും ഇപ്പൊ ഇന്ത്യയില് ഇവരുടെ സ്വന്തം നാട്. ഞാൻ പോയിട്ടില്ല. ഇതാ നമ്മുടെ റെഗുലർ സ്പോട്ട് ചായക്കട. കാടമ്പാറ നീരോട്ട് തമിഴിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. അതായത് കാടമ്പാറ പൗറോസ്, അതാണ് അവിടെ. അതിനകത്തോട്ട് പോകണം. അവിടെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് എങ്ങും പോകാഞ്ഞത്. പിന്നെ കയറി ഇങ്ങനെ പോയി എല്ലാ ഹാപ്പിൻ ബെൻഡാണ് കേട്ടോ. മണ്ട യൂസ് കളമെന്ന് പറയും തമ്മിൽ അല്ല, ഇത് മണ്ടേ പോകണം ഞങ്ങളിനി. ആൾപ്പാറ ഇതിൻ്റെ മണ്ടയാണ്. ഇതിൻ്റെ മണ്ടേ കൂടെ വണ്ടി, അത് എത്രാമത്തെ ഹെയർ പിൻ ബെൻഡാന്ന് അറിയത്തില്ല. വണ്ടികളിങ്ങനെ പൊക്കോട്ടേ ഇരിക്കുന്നു. ഇവിടുന്ന് പോകുന്ന വണ്ടികൾ മുഴുവൻ ഇതിൻ്റെ മണ്ടേ കയറി അപ്പുറത്തെ ലൈനിൽ വന്ന്. നല്ല സൂപ്പർ അല്ലേ? ഇത് ദൈവമേ, ഞങ്ങളോടൊന്നും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ നോക്കി ചിരിച്ചെല്ലാവരും എല്ലാം നോക്കി. നല്ല വ്യൂ. പിന്നെ ആലിയാർ പൊള്ളാച്ചി മുഴുവനും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ അമ്മു, നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ മണ്ടയിൽ വന്നിട്ട് എത്ര ഹൈറ്റ് അറിയത്തില്ലല്ലേ? ഹൈറ്റ് നോക്കണം. ഇവിടെ വന്ന് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റും. പോകാൻ കാടമ്പാറ പൗറോസിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.